നട്രാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി. നട്രാജ്, പൂരം അതിന്റെ കൊടിയിറക്കം പൂർണ്ണമായോ? തൃശൂർ പൂരത്തിന് ഇത്തവണ സമാപനമായിരിക്കുകയാണ്. തിരുവമ്പാടി പാർമക്കാവ് ദേവസ്വത്തിന്റെ തിരുവമ്പാടി പാർമക്കാവ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി പരസ്പര കണ്ട് ഉപജാതി പിരിഞ്ഞിട്ടാണ് രണ്ട് ദിവസമാണ് രാവിലെ തന്നെ ചിന്നപ്പേറ്റി ജലത്തിൽ രണ്ട് കൊമ്പന്മാരുടെ നിറത്തിൽ ഇവിടെ എത്തുകയായിരുന്നു. തിരുവമ്പാടിക്ക് വേണ്ടി കുമാറുമാണ് തിടമ്പേറ്റിയത്. രാവിലെ മേളത്തിന് ശേഷം പാർമേക്കാവ് ഭഗവതി നിലപാട് തറ ചുറ്റി വന്ന് നിൽക്കുകയായിരുന്നു. ഈ സമയം തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ദർശനം നടത്തി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് രണ്ട് ഭഗവതിമാരും മുഖാമുഖം നോക്കി ഉപചാരം ചൊല്ലി പിരിഞ്ഞത്. തൃശൂർ പൂരത്തിന് ഇതോടുകൂടി സമാപനമായിരിക്കുകയാണ്. ഭഗവതിമാർ ദേശത്തിലെത്തുന്നതോടുകൂടി ദേശക്കാർക്ക് തൃശൂർ പൂരത്തിന് പൂരക്കഞ്ഞി വിതരണം ദേശക്കാർക്ക് വേണ്ടി നടക്കും. അതിനുശേഷം കൊടിക്കൂറുകൾ വൈകിട്ടോടുകൂടി താഴ്ത്തും. ഇതോടുകൂടി തൃശൂർ പൂരം സമാപിക്കുകയാണ്. ഏതാണ്ട് 10 മാസം നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ഇന്ന് തൃശൂർ പൂരം നടന്നത്. അപ്രതീക്ഷിതമായ ഒരു ദുരന്തമായി എത്തിയ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പകിട്ട് കുറച്ചാണ് ഇന്നലെ തൃശൂർ പൂരം നടന്നത്. കുടമാറ്റം വെട്ടിക്കുറച്ചും വെടിക്കെട്ട് ഒഴിവാക്കിയുമായിരുന്നു തൃശൂർ പൂരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ അവരവരുടെ തട്ടകത്തിലേക്ക് മടങ്ങുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ നയനാനന്ദകരമായ പൂരക്കാഴ്ചകളാണ് കണ്ടത്. ഏപ്രിൽ 20 കൊടിയേറ്റ് നടന്നത് മുതൽ ഇങ്ങോട്ട് പൂരത്തിന്റെ ആചാരപ്പെരുമ കാണാൻ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും വിദേശത്തു നിന്നും പോലും നിരവധി ആളുകൾ തൃശൂർ നഗരിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പൂര വിളംബര ചടങ്ങ് 25-ന് നടക്കുന്നത് കാണാനും നിരവധി പേരുണ്ടായി. തെച്ചിക്കോട്ടുകാവ് രാമൻ ആന ഉൾപ്പെടെയുള്ളവരെ കാണാനും പല സ്ഥലത്ത് ആളുകൾ എത്തി. അതിനുശേഷം ഘടകപൂരങ്ങളുടെ സ്ഥലമേളവ് ഒടുവിൽ ഒരു ഘടകപൂരങ്ങളുടെ ഇത് രാവിലെയാണ് പകൽ നടന്നത്. വലിയ വാദ്യമേള കൂടി തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളി ഒടുവിൽ ആചാരം പാലിച്ചുകൊണ്ട് ഇപ്പോൾ ദേവിമാർ ഉപചാരം ചൊല്ലി പിരിയുകയാണ്. അടുത്ത പൂരത്തിന്റെ തീയതി അല്പസമയത്തിനകം അറിയിക്കുന്നതോടുകൂടി തൃശൂർ പൂരത്തിന്റെ ഇത്തവണത്തെ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ദേവിമാർ തട്ടത്തിലെത്തുന്നതോടുകൂടി പൂരത്തിന്റെ കോടിയിറക്കവും നടക്കും. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേള കൂടി.